ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് AI എന്ന് പറയുന്ന സംവിധാനം വളരെയേറെ പ്രചാരം നേടിക്കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ 5ാമത്തെ ജനറേഷനാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷേ ഇൻ്റലിജൻ്റ് ആണ് അല്ലേ? അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിയുള്ളതായി നമ്മൾ കരുതുന്ന അല്ലേ, ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിയുള്ളതാണ് മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യനെ അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ചിന്തിക്കാനുള്ള കഴിവ്, നേരത്തെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നേറാനുള്ള ഒരു കഴിവ്. അപ്പോൾ ആ ഒരു ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 1956 അമേരിക്കക്കാരനായ USA ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഈ പദം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ മക്കാർത്തി. 1956 അമേരിക്കക്കാരനാണ്, കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്. ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടേം മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് AI സംവിധാനം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ബുദ്ധി അത് മെഷീൻസിലേക്ക് കൈമാറുകയാണ്. മനുഷ്യൻ്റെ ആ ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ അത് മെഷീൻസിലേക്ക് കൈമാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നു, തീരുമാനമെടുക്കുന്നു, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നു. അതുപോലെ നേരത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് പഠിക്കുകയും ആ വിവരങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി മെച്ചപ്പെടുത്തുന്നു. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫോൾട്ട് പറ്റി, നമ്മളിപ്പോൾ എക്സാം എഴുതി കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, അടുത്ത എക്സാമിന് നമ്മൾ ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് പഠിക്കും, അത് എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു എറർ നേരത്തെ സംഭവിച്ചാൽ അത് മനസ്സിലാക്കി ആ ഒരു സൊല്യൂഷൻ അടുത്ത തവണ കാണിച്ചിരിക്കും. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ട് ആ വിവരങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യരുടെ ബുദ്ധിയെ യന്ത്രങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റി അതിലൂടെ യന്ത്രങ്ങളെ ഇൻ്റലിജൻ്റ് ആക്കി മാറ്റുകയാണ് AI സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഹായ് അശ്വിനി, പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ AI സംവിധാനം എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 1956 അമേരിക്കക്കാരൻ ജോൺ മക്കാർത്തി. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ബുദ്ധി യന്ത്രങ്ങൾക്ക് നൽകുന്നു. മനുഷ്യനെ പോലെ ചിന്തിക്കാൻ, മനുഷ്യനെ പോലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, മനുഷ്യനെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മുൻകാല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ പിന്നീട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ, ഈ പരിപാടികളൊക്കെ തന്നെ മനുഷ്യന്റെ ഈ ഇൻ്റലിജൻസ് എല്ലാം തന്നെ ഒരു യന്ത്രത്തിന് അതിൻ്റെ ഭാഷ, അതിനെ മനസ്സിലാകുന്ന ഭാഷയിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മനസ്സിലാകുന്നൊരു ഭാഷ വേണം. ആ ഭാഷയാണ് പൈത്തൺ ലാംഗ്വേജ്. അതിന് ഒരു ഭാഷ വേണം, ചുമ്മാ അങ്ങ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനൊരു ലാംഗ്വേജ് വേണം. ഒരു പ്രോഗ്രാമറാണ് ഇതെല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ലാംഗ്വേജ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ പൈത്തൺ ആണ്. ഒരുപാട് ലാംഗ്വേജസ് ഉപയോഗിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ മറ്റ് ഭാഷകൾ ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? പൈത്തൺ കൂടാണ്ട് ജാവ ഉപയോഗിക്കാം, C++, റൂബി, സ്വിഫ്റ്റ്, ഗോ, കോറ്റലിൻ, ഇങ്ങനെ ഒരുപാട് ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോൾ പൈത്തൺ കൂടാണ്ട് മറ്റ് ലാംഗ്വേജസ് ഉപയോഗിക്കാം. ജാവ, C++, റൂബി, സ്വിഫ്റ്റ്, ഗോ, കോറ്റലിൻ എന്നൊക്കെ ലാംഗ്വേജസ് ഉപയോഗിക്കാം. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ ഒരു ടെക്സ്റ്റുകളായി ടൈപ്പ് ചെയ്താണ് കൊടുക്കുക. സാധാരണ നമ്മളും എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. ബേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്യും അല്ലേ? റീഡ് 1, ടൈപ്പ് 6 എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പിംഗ് ആണ്. ഓരോന്ന് നമ്മൾ ടെക്സ്റ്റ് ചെയ്താണ്. നമ്മൾ സാധാരണ ഒരാൾക്ക് മെസ്സേജ് അയക്കത്തില്ലേ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ മെസ്സേജ് അയക്കുന്നത് പോലെ നമ്മൾ ഇവിടെയും ഓരോ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റുകളായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തയ്യാറാക്കുന്നതിന് പകരം കോഡ് ബ്ലോക്കുകൾ ഉപയോഗിച്ചും പ്രോഗ്രാം എഴുതാം. കുറേ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടും പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. ഈ രീതിയാണ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ്
സ്ക്രാച്ച് എന്ന് വിളിക്കുന്നത്. ബ്ലോക്ക് പ്രോഗ്രാമിംഗ് രീതി എന്ത് വിളിക്കാം? സ്ക്രാച്ച് എന്ന് വിളിക്കാം. സ്ക്രാച്ച് എന്ന് വിളിക്കാം. അനിമേഷൻ ഗെയിമുകൾ, ഇന്ററാക്റ്റീവ് അപ്ലൈറ്റുകൾ ഇവയൊക്കെ തയ്യാറാക്കുവാൻ വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ കാണാം അല്ലേ, സ്പൈഡർമാൻ്റെയും അങ്ങനെ ഒത്തിരി അനിമേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ട്, ഡോറ ബുജിയൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ അനിമേഷൻ ഗെയിംസ്, അതുപോലെ ഇന്ററാക്റ്റീവ് അപ്ലൈറ്റ്സ്, ഒരുപാട് ഗെയിമുകളില്ലേ, മാരിയോ ഗെയിമൊക്കെ ഇല്ലേ, അനിമേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകളല്ലേ. അപ്പോൾ ഈ ഗെയിമുകളും ഇന്ററാക്റ്റീവ് അപ്ലൈറ്റ്സ് ഒക്കെ തയ്യാറാക്കാൻ വിഷ്വൽ പ്രോഗ്രാമിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് സ്ക്രാച്ച്. സ്ക്രാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് സ്ക്രാച്ച്. അപ്പോൾ കമ്പ്യൂട്ടറിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമുക്ക് എന്ത് ചെയ്യണം? കുറേ ഭാഷകൾ ഇതിന് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങോട്ട് ഇൻ്റലിജൻസ് കൊടുക്കണം. അതിന് ഭാഷ ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൈത്തൺ ആണ്. അല്ലാണ്ട് ഒരുപാട് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു, റൂബി, ജാവ, C++, ഗോക്കോറ്റലിൻ എന്നൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേ എന്നാണ്, അപ്രീസിയേഷൻ ഡേ ജൂലൈ 16 ആണ്. ജൂലൈ 16 ആണ് AI അപ്രീസിയേഷൻ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് നമ്മൾ AI ഡേ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഡേ ആണ്? AI ഡേ എന്ന് പറയുന്നത് എന്നാണ്? ജൂലൈ 16 ആണ്. ജൂലൈ 16 ആണ് നമ്മളുടെ AI അപ്രീസിയേഷൻ ഡേ. ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡേ ആണ്. ക്ലിയർ ആണ്? ജൂലൈ 16 ആണ് AI ഡേ എന്ന് പറയുന്നത്. ഇത് 5ാം ജനറേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എൻ്റെ ചോദ്യം, ആരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്? 1956 ഒരു അമേരിക്കനായ ശാസ്ത്രജ്ഞനാണ്, കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്, ജോൺ മക്കാർത്തി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്നാണ് കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഡേ? ജൂലൈ 16 ആണ്. ഇനി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൈത്തൺ ആണ്. സ്ക്രാച്ച് എന്താണ്? ഇവരിത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ നല്ല വശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ചു, എന്നിട്ട് അയാളത് ബാങ്ക് റോബറിക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ മോശമായിട്ട്, അല്ലെങ്കിൽ ആളുകളെ കൊന്ന് ഒടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ കണ്ടുപിടുത്തത്തിന് വലിയ യൂസ് ഇല്ലാതായി പോവും. അപ്പോൾ അത് ഉറപ്പാക്കണം. മനുഷ്യരാശിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ AI സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. AI റിസർച്ച് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് കമ്പനിയാണിത്. AI റിസർച്ച് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് കമ്പനിയാണ്. ഇത് 9 പേര് ചേർന്ന് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. 2015 ഡിസംബറിലാണ് ഇത് സ്ഥാപിച്ചത്. 2015 ഡിസംബറിൽ സ്ഥാപിച്ചു. ഇതിൻ്റെ CEO സാം ഓൾഡ്മാൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ ഏറെ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തി ഇലോൺ മസ്ക് ഉണ്ട്. ഇലോൺ മസ്ക്, ഇല്യ സുട്സ്കെവർ, ഗ്രെഗ് ബ്രോക്കാൻ, സാം ഓൾഡ്മാൻ, ഇങ്ങനെ 9ഓളം ആളുകൾ ചേർന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ CEO ആരാണ്? സാം ഓൾഡ്മാനാണ്. അപ്പോൾ AI എന്ന് പറയുന്ന സംവിധാനം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓപ്പൺ AIയുടെ ഈ 2015 ഡിസംബറിലാണ് ഇത് സ്ഥാപിച്ചത്. സാം ഓൾഡ്മാൻ, എലോൺ മസ്ക്, ഇല്യ സുട്സ്കെവർ, ഗ്രെഗ് ബ്രോക്കാൻ തുടങ്ങി 9 പേരാണ് ഇതിൻ്റെ സ്ഥാപകർ. CEO ആരാണ്? സാം ഓൾഡ്മാനാണ്. ഇനി ഓപ്പൺ AI കുറച്ച് AI മോഡലുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ആ മോഡലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ChatGPT. എന്താണ് ChatGPT? ChatGPT എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ടാണ്, ഒരു വെർച്വൽ അസിസ്റ്റന്റ് ചാറ്റ് ബോട്ടാണ് എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ ChatGPTയുടെ ഫുൾ ഫോം? ചാറ്റ് GPT, ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ ആണ്. ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ. ChatGPT എന്ന് വെച്ചാൽ ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ ആണ്. 2022 നവംബർ 30 ആരംഭിച്ചത്. അപ്പോൾ ChatGPT എന്ന് ആരംഭിച്ചു 2022 നവംബർ 30.
അപ്പോൾ നമ്മൾ ഈ പറയുന്ന AI-യുടെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഒക്കെ നമ്മൾ ഈ അടുത്ത സമയങ്ങളിലാണ് നമ്മളിലേക്ക് എത്തിയത് അല്ലേ. എല്ലാം കറണ്ട് അഫെയർ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ChatGPT എന്ന് പറയുമ്പോൾ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ 2022 നവംബർ 13 ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ChatGPT? നമ്മൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കുന്നു, എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ, എന്താണ് AI, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങോട്ട് ചോദിക്കാം. സഡൻ നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. നമ്മുടെ എന്ത് ഡൗട്ട്, ഇപ്പോൾ നമ്മൾ ഗൂഗിളിനോടോ യൂട്യൂബിനോടോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ ChatGPT-യോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പം തന്നെ ആൻസർ കിട്ടും. അതൊരു വെർച്വൽ അസിസ്റ്റൻ്റ് ആണ്. അപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് അപ്പം തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചോദിക്കാം. മാത്സ് എന്തെങ്കിലും സോൾവ് ചെയ്യണം, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പം തന്നെ സോൾവ് ചെയ്ത് തരും. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇത് നൽകുന്നത്? ഇത് ഭാഷാ സംവാദം. നമുക്ക് മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ സംസാരിക്കാം. ഒരുപാട് ലാംഗ്വേജിൽ ഇതിനോട് സംസാരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എനി ലാംഗ്വേജ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. പിന്നെ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, കോഡുകൾ, ഇമെയിലുകൾ ഇതൊക്കെ എഴുതാൻ നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് പ്രോബ്ലംസ് അറിയത്തില്ല, മാത്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ നോളജുകളൊക്കെ വേണം, അങ്ങനെ ആ വിവരങ്ങളും ഇത് നമുക്ക് തരുന്നു. അപ്പോൾ നമുക്കിതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കാം അല്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ പലരും അസൈൻമെന്റ്സ് ഒക്കെ ഇത് വെച്ച് കോപ്പി അടിച്ച് എഴുതുന്നതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കാം. ഇനിയോ നമുക്കൊരു ബിസിനസ്സിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലാണ്, എനിക്ക് പെട്ടെന്ന് കോഡ് എഴുതിയപ്പോൾ ഞാനൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ കോഡ് ഡൗട്ട് വന്നപ്പോൾ എനിക്ക് അതിനകത്തോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ തന്നെ എനിക്ക് ആൻസർ കിട്ടി, എൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാം. അല്ലാതെ തന്നെ ബിസിനസ് ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ബിസിനസ് പരമായി ഉപയോഗിക്കാം, ആശയവിനിമയത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ഡീറ്റെയിൽസ് എടുക്കാം. ഇപ്പം നമ്മൾ തന്നെ ഒരു ഡോക്ടർ ഒരു മരുന്ന് തന്നു, അപ്പോൾ ആ ടാബ്ലറ്റ്സിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ChatGPT-യിലൂടെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP ഉപയോഗിച്ചാണ് മനുഷ്യരോട് സ്വാഭാവികമായ സംഭാഷണം നടത്തുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് സ്പീഡ് കൂടുതലാണോ? ഈ ChatGPT ഉപയോക്താക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം നൽകും, പുതിയ ടെക്സ്റ്റ് ഒക്കെ സൃഷ്ടിച്ച് തരും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് തരും. നമുക്കൊരു കൊച്ചു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രിൻസിപ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്, അതിൻ്റെ വലിയ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻസ് നമുക്ക് തരും. ഇനി 2024 ഈ ഓപ്പൺ AI ആണ് ChatGPT പുറത്തിറക്കിയത്. ഇവരിറക്കിയ ഒരു മോഡലാണിത്. അപ്പോൾ ഇവർ പുറത്തിറക്കിയത് ChatGPT 4o എന്ന് പറയുന്ന ഒരു ChatGPT ആണ്. നമുക്കറിയാം എപ്പോഴും എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആപ്പിളിൻ്റെ തന്നെ ഫോൺ കണ്ടിട്ടില്ലേ, ആദ്യം 12 ഇറങ്ങി, 12 Pro ഇറങ്ങി, 13, 15, ഇപ്പോൾ 16, 17 അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടെക്നോളജീസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് സ്റ്റൈലൊക്കെ അങ്ങ് മാറിപ്പോകും അല്ലേ. അതുപോലെ ഈ ഓപ്പൺ AI ഇവർ ChatGPT ഇറക്കി. ഇപ്പോൾ പുതിയ സാധനം ഇറക്കി 2025 Jan 31. ഇതിൻ്റെ പേര് O3 Mini എന്ന. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ O3 Mini ആണ്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. ഇനി ഡെൽ E2 ഈ മോഡലുകളൊക്കെ ഓപ്പൺ AI രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ChatGPT കൂടാണ്ട് വേറെയും AI സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ AI മോഡലുകളുണ്ട്. ഡെൽ E2. ChatGPT ഒരു രാജ്യം അങ്ങ് നിരോധിച്ചു. ഏത് രാജ്യമാണ് ChatGPT നിരോധിച്ചത്? ആ രാജ്യത്തിന്റെ പേരാണ് ഇറ്റലി. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ഗുണകരമായിട്ടൊരു സാധനമാണ്, നിരോധനം മാറ്റിയിരിക്കും. അപ്പോൾ ഇത് നിരോധിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ആരാണ് ആദ്യമായി ChatGPT നിരോധിച്ചത്? ഇറ്റലി എന്ന രാജ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 1956 ഒരു അമേരിക്കക്കാരനായ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ
AI എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേരെന്ത്? ജോൺ മക്കാർത്തി. രണ്ടാമത്തെ ചോദ്യം, എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേ? ജൂലൈ 16. ഏത് ലാംഗ്വേജ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? പൈത്തൺ. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് അറിയേണ്ടത് എന്തിനാണ് ഓപ്പൺ AI? ഈ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ എയുടെ സ്ഥാപകരിൽ ഒരാളാണ് ഇലോൺ മസ്ക്. ട്രൂ ഓർ ഫോൾസ്? ഇറ്റ്സ് ട്രൂ. 9 പേരാണ് ഇത് ഉണ്ടാക്കിയത്. സാം ആണിതിന്റെ CEO. ഇനി ഓപ്പൺ AI ആണ് ചാറ്റ് GPT പുറത്തിറക്കിയത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ 2025 ജനുവരി 30 ഇറക്കിയ O3 മിനിയ. അപ്പോൾ മനുഷ്യരോട് സംവദിക്കുകയാണ് ചാറ്റ് GPT ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്താണ് സോറ എന്ന് പഠിക്കുകയാണ്. നമ്മൾ സോറ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഇത് നമ്മുടെ സോറയാണ്. എന്താണ് സോറ? ഓപ്പൺ AI തന്നെ നിർമ്മിച്ചൊരു മോഡലാണെന്ന് മനസ്സിലായി. ഇത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ആ വീഡിയോ പുറത്തിറക്കും. നമ്മൾ പറയുകയാണ് കാക്ക, അല്ലെങ്കിൽ ക്രോന്നോ അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്കൂളിന്റെ വീഡിയോ ആയിരിക്കും ഇത് പുറത്തിറക്കുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് നിർദ്ദേശത്തിൽ നിന്ന് യാഥാർത്ഥ്യവും അല്ലെങ്കിൽ ഭാവനപരമായ വീഡിയോ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന മോഡലാണ് എന്താ? സോറ എന്ന് പറയുന്നത്. അപ്പോൾ സോറ എന്താണ് ചെയ്യുന്നത്? വീഡിയോസ് ഉണ്ടാക്കും. വെറുതെ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ ട്രംപുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു മെസ്സേജിൽ നിന്ന് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ AI ഉണ്ടാക്കിയ ഒരു AI മോഡലാണ് സോറ. അപ്പോൾ മുമ്പേ നമ്മൾ കണ്ടു ഡെൽ മോഡലുണ്ട്, ഡെൽ E2 മോഡലൊക്കെ ഇവർ ഈ ഓപ്പൺ AI ഉണ്ടാക്കിയത്. അപ്പോൾ ഡെല്ലി എന്ന് വെച്ചാൽ മോഡൽ എന്താണ്? ഡൽഹി അല്ല, ഡാൽ ഇ. ഓക്കെയാണ്. ഇത് ടെക്സ്റ്റ്, നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇമേജ് ആക്കി തരും, ഒരു ഫോട്ടോസ് ആക്കി തരും. ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓരോ ഇമേജ്. നമ്മളിത് ചെയ്യാറുണ്ടല്ലോ വാട്സാപ്പിൽ അല്ലേ? വാട്സാപ്പിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കേക്കൊക്കെ പിടിച്ചൊരു ഇമേജ് കിട്ടാറില്ലേ? അതുപോലത്തെ സാധനം തന്നെയാണ് ഇത്. അപ്പം നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിന് ഇമേജ് ആക്കി കൺവേർട്ട് ആക്കി തരുന്നു. അപ്പം നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇമേജ് കിട്ടുന്ന സാധനമാണ് ഡെൽ ഇ. ഇനി കോഡെക്സ് എന്താണ്? ഓപ്പൺ AIയുടെ മറ്റൊരു AI മോഡലാണ് കോഡെക്സ്. കോഡ് എന്ന് കേൾക്കുമ്പോൾ എന്ത് കോഡായിരിക്കും? ഇവിടെ? ഇവർക്കറിയാവുന്ന കോഡ് എന്താണ്? കമ്പ്യൂട്ടറിന്റെ കോഡാണ് അല്ലേ? നമുക്ക് ഒത്തിരി കോഡുകൾ അറിയാം. ആ കോഡല്ല ഇത് കമ്പ്യൂട്ടറിന്റെ കോഡുകളാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതൂ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് ചെറിയ ഡൗട്ട്സ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഡൗട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ കോഡെക്സ്. സ്വാഭാവിക ഭാഷാ വിവരണങ്ങൾ അടിസ്ഥാനമാക്കി കോഡ് സ്റ്റിപ്പറുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ GPT-3 പതിപ്പാണ്. ജാവയോ പൈത്തണോ C++, ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനത്തെ പ്രോഗ്രാം ഭാഷകളിലൊക്കെ കോഡ് അനായാസം എഴുതാനും ആ കോഡൊക്കെ മനസ്സിലാക്കാനും ഇതിന് സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും കോഡെക്സ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ, അവരുടെ എന്തെങ്കിലും എറർ പറ്റിയാൽ, അവർ ചെയ്യുന്ന കോഡിന് എറർ പറ്റിയാൽ ബഗ് പരിഹരിക്കുന്നതിന്, പിന്നെ ഡോക്യുമെന്റേഷനൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹെൽപ്പ് വരുന്നത്. അപ്പോൾ കോഡെക്സ് എന്തിനാണ് സഹായിക്കുന്നത്? കോഡുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ലാംഗ്വേജ് പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, C++, ജാവ. അപ്പോൾ ഇങ്ങനത്തെ ലാംഗ്വേജിൽ നമ്മൾ കോഡൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറർ പറ്റിയാൽ ആ ബഗ് മാറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് കോഡ് വേണം, ആ കോഡ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ കോഡ് മനസ്സിലാക്കാൻ, ഓട്ടോമാറ്റിക് കോഡ് ജനറേഷൻ, ഡോക്യുമെന്റേഷൻ, ഇതിനൊക്കെയാണ് നമ്മളെ കോഡെക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ AIയുടെ എന്തൊക്കെ നമ്മൾ കണ്ടു? ചാറ്റ് GPT, കോഡെക്സ്, ഡെല്ലി കണ്ടു. ഇത്രയും ക്ലിയർ ആണോ? സോറ കണ്ടില്ലേ? നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ കിട്ടി, അതാണ് സോറ. ഡെല്ലിയോ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇമേജ് ആണ് കിട്ടിയത്. കോഡെക്സ് കോഡുകൾ ഓക്കെ ആക്കി തരികയാണ്. ഇനി എന്താണ് വൈസ്പെയർ എന്ന് വെച്ചാൽ സ്പീച്ച് ടു ടെക്സ്റ്റ് AI മോഡലാണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വയ്യ? ടൈപ്പ് ചെയ്യാനൊന്നും വയ്യ. ഇങ്ങനെ കുത്തിയിരുന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്തെടുക്കാൻ വയ്യ. നമ്മൾ അങ്ങോട്ട് വോയിസ് ഇങ്ങനെ അങ്ങോട്ട് പറയും. ആ വോയിസ് കേൾക്കുമ്പോൾ ഉടനെ ഇത് ടക്ക് ടക്ക് ചെയ്യുന്ന ടൈപ്പ് ചെയ്യും. അപ്പോൾ എളുപ്പമില്ലേ? ഇത് എളുപ്പം. കൂടുതൽ നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ എഴുതാൻ വയ്യ, പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് പതുക്കെ ഇരുന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സ്പീച്ച് ടു ടെക്സ്റ്റ് AI മോഡലാണിത് വൈസ്പെയർ. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ മതി.
അപ്പോൾ ഇതെന്ത് ചെയ്ത് തരും? എഴുതി തരും. വൈസ്പേർ എഴുതി തരും, നല്ല രീതിയിൽ ടെക്സ്റ്റ് ആക്കി തരും. ഇതാണ് വൈസ്പേർ. അപ്പോൾ എല്ലാ ലാംഗ്വേജും പറ്റും. ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലോകത്ത് ഒത്തിരി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ആദിവാസി ലാംഗ്വേജ് അങ്ങനെ ഒത്തിരി നമുക്ക് അറിയപ്പെടാത്ത അങ്ങനെയില്ല. ഒരുവിധപ്പെട്ട അറിയുന്ന ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ലാംഗ്വേജസിലെല്ലാം ഇത് പറ്റും. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ കൃത്യമായ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ, ഭാഷാ പരിഭാഷ ചെയ്യാൻ കഴിയും. മലയാളം ഓഡിയോ പറ്റും. നമ്മൾ അങ്ങോട്ട് മലയാളം ഓഡിയോ കൊടുത്താൽ ഉടനെ ടെക്സ്റ്റ് കിട്ടും. നമ്മുടെ ശബ്ദം, പോഡ്കാസ്റ്റ്, വീഡിയോ സംഭാഷണമൊക്കെ കൊടുത്താൽ മതി, അപ്പോഴേ എഴുതി കിട്ടും. മലയാളത്തെ ഇംഗ്ലീഷ് ആക്കാം. മലയാളം അങ്ങോട്ട് കൊടുത്ത് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം തന്നെ മതിയെങ്കിൽ മലയാളം. ഇനി നമുക്ക് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. ഇപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് കൊടുത്താൽ മതി. അത് വ്യത്യസ്ത ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ നമുക്ക് പറഞ്ഞു തരും. പെർലേസ് മോഡൽ, അതായത് ഇന്റർനെറ്റ് ആവശ്യമില്ലാതെ പോലും പ്രവർത്തിക്കാൻ പറ്റുന്ന ചില സംവിധാനമുണ്ട്. അപ്പോൾ ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ പോലും പ്രവർത്തിക്കാൻ പറ്റും. ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് അകപ്പെട്ടു. ക്ലിയർ ആണ്? അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സംഭവം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഇപ്പോൾ നമ്മൾ ലോകത്തിലെ പല പല കാര്യങ്ങൾ ഓപ്പൺ എയുടെ ബന്ധപ്പെട്ട് കണ്ടുപിടിക്കപ്പെട്ട സാധനങ്ങളൊക്കെയാണ് പഠിച്ചത്. ഓപ്പൺ എയിലെ ചാറ്റ് GPT കുറിച്ച് പഠിച്ചു. ചാറ്റ് GPTയുടെ ഫുൾ ഫോം ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് എന്നാണ് പറഞ്ഞു. 2022 നവംബർ 13 ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ O3 മിനി ആണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. സോറ ടെക്സ്റ്റ് എന്തായി മാറുന്നു? വീഡിയോ ആകുന്നു. ഡാലിയോ ടെക്സ്റ്റ് ഇമേജ് ആകുന്നു. കോഡെക്സോ കോഡുകളാണ്, കോഡുകൾ കറക്റ്റാക്കി മാറ്റും. വൈസ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വോയിസ് കൊടുക്കുമ്പോൾ അതെന്തായി മാറുകയാണ്? ടെക്സ്റ്റായി മാറുകയാണ്. ഇനി നമുക്ക് AI സംവിധാനം ഇന്ത്യയിലത് എന്താണ് എന്ന് നോക്കാം. AI സംവിധാനം ഇന്ത്യയിലെയാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ AI സംവിധാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല കേരളത്തിലെ കൂടി നമുക്ക് ഇനിയും പറയാനുണ്ട് കേട്ടോ. ഫേസ്ബുക്കിന്റെ, ഗൂഗിളിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതവിടെ നിർത്തിയിട്ട് ഇന്ത്യയിൽ എന്ത് നടന്നു, കേരളത്തിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്ന് എത്തി നോക്കാൻ നമ്മൾ വന്നേത്. ഓക്കെയാണ്? നമ്മൾ ആകെ ഇപ്പോൾ ചർച്ച ചെയ്തത് ഓപ്പൺ എയുടെ സംവിധാനങ്ങൾ, AI മോഡൽസ് മാത്രമാണ്. ഏതിനെക്കുറിച്ച് പറഞ്ഞു? സോറയെ കുറിച്ച് പറഞ്ഞു, ചാറ്റ് GPTയെ കുറിച്ച് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? ഡെൽ ഇയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ ആണോ? ഡൽഹിയെ കുറിച്ച് മനസ്സിലായോ? സോറ എന്ന് വെച്ചാൽ എന്താണ്? ടെക്സ്റ്റ് വീഡിയോ. ചാറ്റ് GPTയോ അത് നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് നമുക്കൊരു അസിസ്റ്റൻസ് കിട്ടുകയാണ്, കൃത്യമായ കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരികയാണ്. ഡൽഹി എന്താണ്? ടെക്സ്റ്റ് കൊടുക്കുന്നത് ഇമേജ് ആക്കി തരികയാണ്. ഇനി ഞാൻ ചുമ്മാ കാര്യങ്ങൾ പറയുമ്പോൾ ലാംഗ്വേജ് കോഡെക്സ് ഉണ്ട്, കോഡുകൾ കൃത്യമായി പറഞ്ഞു തരുന്നത് അല്ലേ. പിന്നെ ഞാൻ ചുമ്മാതെ കിടന്ന് പറഞ്ഞാൽ പോലും വൈസ് പെയർ അത് എഴുതി തരുന്നു, ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു, അതുമുണ്ട് വൈസ് പെയർ. ഇത്രയും മനസ്സിലായോ? ഇനി ഞാൻ ഇന്ത്യയിലേക്കൊന്ന് വരികയാണ്. ഇന്ത്യയിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നല്ലോ AI-യുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, കേരളത്തിൽ എന്തൊക്കെയാണ് എന്നൊന്ന് എത്തി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എവിടെയാണ്? നമ്മുടെ സിലിക്കൺ വാലി എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ബാംഗ്ലൂരാണ് അല്ലേ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ. അപ്പോൾ അത് കമ്പ്യൂട്ടർ ഹബ്ബാണ് അല്ലേ. ഒരുപാട് ടെക്കീസ് ഒക്കെ വർക്ക് ചെയ്ത സ്ഥലമാണ് ബാംഗ്ലൂർ. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം ഹൈദരാബാദാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ AI നഗരമായി മാറാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ നഗരമായി മാറാൻ പോകുന്നത് AI സിറ്റി ലക്നൗ ആണ്. ഹായ് അപർണ, മനസ്സിലാകുന്നുണ്ടോ അപർണ? ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനറേഷൻ AI-യുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഈ കോൺക്ലേവിൻ്റെ വേദി കേരളത്തിലെ കൊച്ചിയായിരുന്നു.
ഇതിനകത്ത് IBM ഒക്കെ സഹകരിച്ചതാണ്. 2024 ജൂലൈ 11-12 തീയതികളിലാണ് ഇത് നടന്നത്. അപ്പോൾ ഇന്ത്യൻ AI സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു ജനറേഷൻ AI കോൺക്ലേവ് സംഘടിപ്പിച്ചു. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചിയിൽ തന്നെയാണ് നടന്നത്. 2 ദിവസങ്ങളായി നീണ്ടു നിന്നു. 2024 ജൂലൈ 11, 12 തീയതികളിലായി IBMന്റെ സഹകരണത്തോടാണ് ഇന്ത്യയിൽ ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ AI തലസ്ഥാനം എവിടെയാണ്? AI തലസ്ഥാനം എവിടെ? ആൻസർ എന്താണ്? AI തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം എന്താണ്? നമ്മുടെ ആൻസർ മറ്റൊന്നുമല്ല. AI തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹൈദരാബാദാണ്. AI തലസ്ഥാനം ഹൈദരാബാദാണ്. എന്നിട്ട് ചോദിക്കുകയാണ് AI സിറ്റി ഏതാണ്? അപ്പോൾ നമ്മുടെ ഉത്തരം പറയും ലക്നൗ ആണ്. എങ്കിൽ കോൺക്ലേവിന്റെ വേദി കേരളമാണ്. 2024 ജൂലൈ 11, 12 ആണ് ഇന്ത്യയിൽ ആദ്യമായി ജെൻ AI കോൺക്ലേവ് നടന്നത്. ഇനി ഈ ജെൻ AI കോൺക്ലേവിന്റെ നമ്മുടെ അതിഥി ആരായിരുന്നു? സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ഇതിന്റെ അതിഥി. ആരായിരുന്നു? നമ്മുടെ ഗസ്റ്റ് ആരായിരുന്നു? ബഹിരാകാശ സഞ്ചാരിയായ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു അതിഥി. ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് ഒരു പ്രത്യേകതയുണ്ടായി. എന്താണ് മാങ്കുളത്തുള്ള ഫോറസ്റ്റ് ഡിവിഷന്റെ പ്രത്യേകത? നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് ഡിവിഷൻസ് ഉണ്ട് അല്ലെ, റാന്നിയും കോന്നിയും ഒക്കെ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ഫോറസ്റ്റ് ഡിവിഷൻസ് ഉണ്ട്. ഇതില് ഈ മാങ്കുളത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ അല്ലെ, അപ്പോൾ നമുക്ക് കൃത്യമായ അവരുടെ കണക്കൊക്കെ എടുക്കാൻ പറ്റും. എന്തുമാത്രം എണ്ണം ഉണ്ട്, ഏതൊക്കെ ടൈപ്പുകളാണ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് AI സംവിധാനം ഉപയോഗിച്ചാണ് അവരുടെ വർഗീകരണം നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി വന്നു, AI യൂണിവേഴ്സിറ്റി വന്നു. ഇത് മുംബൈയിലാണ് വന്നത്. AI യൂണിവേഴ്സിറ്റി മുംബൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് AIക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി വന്നു. എവിടെയാണ് വന്നത്? മുംബൈയിലാണ്. ഇന്ന് AI-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ പല ബ്രാഞ്ചുകൾ പോലും AI എന്നുള്ള ബ്രാഞ്ചും റോബോട്ടിക്സും ഒക്കെ പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിത് സർവ്വസാധാരണമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ AI-ക്ക് വേണ്ടി തന്നെ ഒരു യൂണിവേഴ്സിറ്റി വന്നു. യൂണിവേഴ്സിറ്റി മുംബൈയിലാണ്. ഇതിൻ്റെ വൈസ് ചാൻസലറാണ് സൈമൺ മാക്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് AI-ക്ക് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്. ഇത് മുംബൈയിലാണ്. ഇതിൻ്റെ ആരാണ് വൈസ് ചാൻസലർ? ആൻസർ സൈമൺ മാക്കാണ്. അപ്പോൾ ലോകത്ത് ഒരെണ്ണം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു യൂണിവേഴ്സിറ്റി. വന്നു. എവിടെയാണ്? അബുദാബിയിലാണ് വന്നത്. ആ അബുദാബിയിലെ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? ഒരു വ്യക്തിയുടെ പേരിലാണ്. മുഹമ്മദ് ബിൻ സയ്യിദ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി എന്ന. മുഹമ്മദ് ബിൻ സയ്യിദ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി എന്ന. ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യയിൽ വന്ന യൂണിവേഴ്സിറ്റി എവിടെയാണ്? അത് മുംബൈയിലാണ്. ലോകത്ത് എവിടെയാണ്? അബുദാബിയിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ AI ലാബ് സ്റ്റാർട്ട് ചെയ്തു. അത് ചെന്നൈയിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലാബ് സ്റ്റാർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. AI സ്കൂൾ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ഗൂഗിളും ഇന്ത്യയിൽ ഒരു AI റിസർച്ച് ലാബ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ലാബ് അവതരിപ്പിച്ചത് ചെന്നൈ AI സ്കൂൾ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ ഗൂഗിളും ഒരു AI ലാബ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേ എന്നാണ് ജൂലൈ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നഗരം ഏതാണ്? ലക്നൗ ആണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ലക്നൗ ആണ്. എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് എന്നാണ് അല്ലെ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പഠിച്ചു, പൈത്തൺ ആണ്. ഓപ്പൺ AI എന്തിനാണ്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 9 പേര് ചേർന്നാണ് തുടങ്ങിയത്. അവർക്ക് കുറച്ച് AI മോഡൽസ് ഉണ്ട്. സോറ എന്താണ്? വീഡിയോ ആക്കി മാറ്റുകയാണ്. കോഡെക്സ് എന്താണ്? കോഡുകൾ കറക്റ്റ് ആക്കുകയാണ്.
അപ്പോൾ കറക്റ്റ് ആണോ, ബഗ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണ് കോഡെക്സ്. ഇനി നമ്മൾ ഡെല്ല് ഉണ്ട്, ഡാൽ ഇ 2 ഒക്കെ കണ്ടു. ഡാലി എന്ന് പറയുമ്പോൾ ഇമേജ് ആക്കി മാറ്റുകയാണ് ടെക്സ്റ്റിനെ. പിന്നീട് നമ്മൾ ഓപ്പൺ എയുടെയാണ് ചാറ്റ് GPT എന്ന് പറഞ്ഞു, ജനറേറ്റീവ് ട്രെയിനിങ് അല്ലേ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് വെർച്വൽ അസിസ്റ്റന്റ് കിട്ടുകയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. ബിസിനസ്, എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെയാണ്. സോറയും ഡൽഹിയും കോഡെക്സും അതുപോലെ വൈസ്പെറും കണ്ടു. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നു. തലസ്ഥാനം ഹൈദരാബാദ്, സിറ്റി ലക്നൗ എന്ന് പഠിച്ചു. ജെൻ AI കോൺക്ലേവ് കേരളത്തിൽ കൊച്ചിയിലാണ്. 2024 ജൂലൈ 11-12 ആണെന്ന് പറഞ്ഞു. IBM സഹകരണം കണ്ടു. സ്റ്റീവ് സ്മിത്ത് ആണ് ഇതിന്റെ മുഖ്യ അതിഥി എന്ന് പഠിച്ചു. സംസ്ഥാനത്ത് മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചതും പഠിച്ചു. AI യൂണിവേഴ്സിറ്റി മുംബൈ ആണ്. സൈമൺ മാക് ആണ് ഇതിന്റെ വൈസ് ചാൻസലർ. ഇനി അബുദാബിയിൽ ഒരു യൂണിവേഴ്സിറ്റി വന്നു, അതാണ് ലോകത്തിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി. ഇനി AI ലാബിനെ കുറിച്ച് പറയുമ്പോൾ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വന്നത്. ഗൂഗിളും ഇന്ത്യയിൽ ഒരെണ്ണം തുടങ്ങി, അതിന്റെ പേര് ബാംഗ്ലൂരിലാണ് വന്നത്. ഇനി PSC എക്സാമുകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഐരാവത്. ഐരാവതം എന്തുവാന്നറിയാം അല്ലേ? പണ്ട് ഐ വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരു വാക്ക് ഐരാവതം, വെള്ള കളറിലുള്ള ഒരു ആന. ഇതെന്തുവാ ഈ ഐരാവത്? ഐരാവത് എന്തുവാ, ആനയാണോ? ഐരാവത് എന്ന് വെച്ചാൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആരുടെയാ? ഇന്ത്യയുടെ. ലോകത്തിന്റെ അല്ല, ഇന്ത്യയുടെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. അപ്പൊ ചിലർ പറയാം, ആഹാ ഐരാവത് അല്ലല്ലോ, പരവാണല്ലോ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പരവാണല്ലോ. പരവാണ്. അപ്പോ പരമുണ്ട്, പരംസിദ്ധി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2020 സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഇവരാണ് ഇത് കൊണ്ടുവന്നത്. സീഡാക്കില് വികസിപ്പിച്ചതാണ്. പരംസിദ്ധി ഇന്ത്യയിലെ വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് 2020. എന്നാൽ ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കും, അപ്പോഴത്തേക്ക് അടുത്ത രാജ്യം അടുത്ത കണ്ടുപിടിക്കും. നമ്മുടെ തന്നെ വേറെ ആളുകൾ, വേറെ IIT-കാരൊക്കെ അപ്പുറത്ത് നിന്ന് വേറെ കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടുത്തം തന്നെ നടക്കുകയാണ്. എപ്പോഴും അപ്ഡേറ്റഡ് ആകും അല്ലെ. ഈ കണ്ടുപിടിച്ച സാധനം ഔട്ട്ഡേറ്റഡ് ആകും, പുതിയ സാധനം അപ്ഡേറ്റ് ആകും. അപ്പോ നമ്മുടെ കുറച്ച് നാൾ നമ്മൾ എക്സാമിന് എഴുതിയതാണ് പരംസിദ്ധി. 2020 ഇത് കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു വേഗതയേറി. ഇപ്പോൾ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും വേഗതയേറിയ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ്. ഏറ്റവും വലിയ AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം കൂടിയ നെറ്റ് വെബ് ടെക്നോളജീസ് ആണ് നിർമ്മാതാക്കൾ. നെറ്റ് വെബ് ടെക്നോളജീസ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇത് മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകൾ നോക്കിയപ്പോൾ നമ്മുടെ ഐരാവത് 75-ാം സ്ഥാനത്താണ്. 500 എണ്ണം ലോകത്തെ നോക്കി ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതാണ്. അപ്പോൾ നമ്മൾ ആദ്യം 100-ലുണ്ട്, നമ്മൾ 75-ാം സ്ഥാനത്തുണ്ട്. പൂനെയില് സീഡാക്കില് ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. മറ്റേതും പൂനെയിൽ തന്നെയാണ്. പരംസിദ്ധിയും പൂനെയിൽ തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഐരാവത് എന്താണ്? ഇനി മറക്കുവോ? എക്സാമിന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണിത്. പൂനെയിലാണ് കണ്ടെത്തിയത്. സീഡാക്ക് നെറ്റ് വെബ് ടെക്നോളജീസ് ആണ് ഇതിന്റെ നിർമ്മാതാക്കള്. പിന്നെ ആരാണ് നിർമ്മാതാക്കൾ? നെറ്റ് വെബ് ടെക്നോളജീസ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തത് സീഡാക്കിലാണ്, പൂനെയിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. 75-ാം സ്ഥാനത്തുണ്ട്. ഇനി എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡിജി കേരളം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഐരാവത് എന്താണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനം ഹൈദരാബാദ്, AI സിറ്റി ലക്നൗ, ജെൻ AI കോൺക്ലേവ് കണ്ടു. അതുപോലെ തന്നെ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനെ കുറിച്ചും യൂണിവേഴ്സിറ്റി മുംബൈ ആണെന്നും സൈമൺ മാക്കിനെ കുറിച്ചും പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ലോകത്ത് സ്റ്റാർട്ട് ചെയ്തത് അബുദാബിയാണ് എന്ന് കണ്ടു. അബുദാബിയിലാണ്. AI ലാബ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിലാണ്. പിന്നെ ഗൂഗിളും സ്റ്റാർട്ട് ചെയ്തു, അത് ബാംഗ്ലൂരിലാണ്. ഐരാവത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ഇനി നമ്മൾ ഡിജി കേരളം എന്താണെന്ന് നോക്കുകയാണ്. ഡിജി കേരളം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ കേരളം എന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലെ. ഡിജി കേരളം പേരിൽ തന്നെ ഉണ്ട്, ഇതൊരു ഡിജിറ്റൽ കേരളമാണ്. അപ്പൊ കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടണം. ഇത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതിയാണ് ഡിജി കേരളം. അപ്പൊ നമ്മുടെ കേരളത്തിന് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദവി ലഭിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി നമ്മുടെ കേരള ഗവൺമെന്റ് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഡിജി കേരളം. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ അറിയുക, ഷട്ട് ഡൗൺ ചെയ്യാൻ അറിയുക, അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പെയിന്റോ വേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ അറിയുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പഠിക്കുക, മൗസ് ഒക്കെ ഒന്ന് ഉപയോഗിക്കാനോ കീബോർഡൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാനോ ഒക്കെ ഒരു പ്രാഥമിക വിവരം അറിയുക. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും ഇവിടെ ഇരുന്ന് പ്രോഗ്രാം ചെയ്ത് പുതിയ റോബോട്ട് ഉണ്ടാക്കാനല്ല. ജസ്റ്റ് എന്തെങ്കിലും ഇത് കണ്ടാൽ ഇതെന്തിനാണ്, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കിട്ടിയ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ വെറും പുല്ലാണ്, ഞങ്ങൾക്ക് ഈ സാധനമൊക്കെ പുല്ല, ഞങ്ങൾ ഇതൊക്കെ പുഷ്പം പോലാണ് ചെയ്യുന്നത് എന്ന് തെളിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ വന്ന ആദ്യമായിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി. ആരാ? പുല്ലാണേ കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് പുല്ലാണേ എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ, തിരുവനന്തപുരം. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ഒരു ബ്ലോക്ക് പോയി അല്ലേ. കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പുല്ലാണെങ്കിൽ ഉടനെ കിളികൾ അല്ലേ ഉടനെ പോയി. ഇനിയിപ്പോൾ ബ്ലോക്കിന്റെ അവാർഡ് നമുക്ക് വാങ്ങിക്കണം, നമ്മുടെ വില്ലേജ് പോയിട്ടുണ്ട്, സാക്ഷരതാ പഞ്ചായത്ത് പോയിട്ടുണ്ട്, എങ്കിൽ നമുക്ക് ബ്ലോക്ക് വാങ്ങിക്കാം. തിരുവനന്തപുരത്തിലെ തന്നെ കിളിമാനൂര് ഓടിപ്പറക്കി വന്ന് അവിടുത്തെ എല്ലാവരെയും സാക്ഷരതരാക്കി മാറ്റി. അപ്പൊ രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ വന്നു. അപ്പൊ പുല്ലാണെന്നും പറഞ്ഞ വില്ലേജ് വന്നപ്പോ ഒരു കിളി പറന്നു വരികയാണ് തിരുവനന്തപുരത്ത്. കിളി ബ്ലോക്കും കൊണ്ടുപോയി. ഇപ്പൊ കിളി വന്നതും ബ്ലോക്കായി. ഓക്കെ ആണോ? കിളി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ, ട്രിവാൻഡ്രം. അപ്പോ നമ്മുടെ വില്ലേജും പോയി, ബ്ലോക്കും പോയി. എങ്കിൽ പിന്നെ നഗരം പിടിക്കാൻ ആര് വരുന്നു? തിരുവനന്തപുരത്തെ പൊട്ടിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മുന്നോട്ട് വന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരമായി ആര് മാറുന്നു? ഒരു പുഴയാണ് മാറുന്നത്, മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നഗരമായി. നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എറണാകുളം വരത്തില്ലേ? അപ്പം എറണാകുളത്തെ മൂവാറ്റുപുഴ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരം, ആദ്യ നഗരം. അങ്ങനെയെല്ലാം പോയി. ഇനിയുള്ളത് സാക്ഷരതാ മണ്ഡലമാണ്. അപ്പോൾ സാക്ഷരതാ മണ്ഡലമെങ്കിലും കിട്ടണം. മണ്ഡലം എന്ന് പറയുമ്പോൾ എന്താണ്? മണ്ഡലം കിട്ടാൻ വേണ്ടി തളിപ്പറമ്പ്, കണ്ണൂരിലുള്ള തളിപ്പറമ്പ് 2024 ഫെബ്രുവരി 24 രാജ്യത്തെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി കണ്ണൂരിന്റെ തളിപ്പറമ്പ്. അപ്പൊ കണ്ണൂരുകാരുടെ രക്തം തിളച്ചു അല്ലെ, തളിപ്പറമ്പ് തിളച്ചു. അപ്പൊ അവര് ഓടിപ്പറക്കി വന്നു. അവരെന്തും കൊണ്ടുപോയി? സാക്ഷരതാ മണ്ഡലം അവരായി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ആരായി? തളിപ്പറമ്പായി. തളിപ്പറമ്പ്, കണ്ണൂര്. ക്ലിയർ ആണ്? അപ്പോൾ ഒരാള് മണ്ടനാണോ അല്ലയോ എന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കത്തില്ല, ഇവ മണ്ടനാണോ പൊട്ടനാണോ എന്നൊക്കെ അറിയാൻ. അപ്പൊ മണ്ഡലം കണ്ണൂര് എന്ന് ഓർത്തു വെക്കുക. 2024 ഫെബ്രുവരി 24 അല്ലേ? 24 ഈ രണ്ട് തന്നെയാണ് ഫെബ്രുവരി മാസം. അപ്പൊ തളിപ്പറമ്പ് കൊണ്ടുപോവുകയാണ്. ക്ലിയർ ആണോ? 4 ആളുകൾ കൊണ്ടുപോയത് കണ്ടോ? അപ്പൊ ആരൊക്കെയാ കൊണ്ടുപോയത്?
ആദ്യം തിരുവനന്തപുരം ജില്ല മികച്ച ഗ്രാമപഞ്ചായത്ത് പുല്ലംപാറ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു, ഡിജിറ്റൽ സാക്ഷരത. ഇനി ബ്ലോക്കോ തിരുവനന്തപുരത്തെ കിളിമാനൂർ, നഗരം മൂവാറ്റുപുഴ എറണാകുളം. ഇനിയുള്ള മണ്ഡലം ആര് കൊണ്ടുവന്നു? മണ്ഡലം കണ്ണൂർ തളിപ്പറമ്പ്. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കണം. അപ്പൊ 15 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഡിജിറ്റൽ സാക്ഷരരാക്കണം. 15 വയസ്സിന് താഴെ ഉള്ളവർ കൊച്ചുങ്ങൾക്ക് വരെ അറിയാലേ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ. അപ്പൊ 15 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധത്തിൽ ഒരു പദ്ധതി സംസ്ഥാനത്ത് സാക്ഷരതാ മിഷൻ തുടങ്ങി. അതിന്റെ പേരാണ് ഈ മുറ്റം. അതിന്റെ പേരെന്തുവാ? ഈ മുറ്റം. കുടുംബശ്രീയുടെ ഒരു പദ്ധതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ കുടുംബശ്രീ അംഗങ്ങളും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സ്കൂളുകളിൽ ഒന്നിച്ചായിരുന്നു. ബാക്ക് ടു സ്കൂൾ പദ്ധതി കണ്ടായിരുന്നു അല്ലെ? അതൊക്കെ ഈ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നതാണ് ഈ ബാക്ക് ടു സ്കൂൾ കുടുംബശ്രീ പദ്ധതി. ഡിജി കേരളം ആരാ മുന്നോട്ട് കൊണ്ടുവന്നത്? കുടുംബശ്രീയാണ്. എന്തുകൊണ്ടായിരിക്കും കുടുംബശ്രീ ഏൽപ്പിച്ചത്? കാര്യം ആ നാട്ടിലുള്ള എല്ലാവരെയും ഇത് പഠിപ്പിച്ചെടുക്കണമല്ലോ. അക്ഷയൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പൊ കുടുംബശ്രീക്കാർ ഇടപെട്ടാലേ ഇതൊക്കെ പരിപാടി നടക്കത്തുള്ളൂ അല്ലെ? അല്ല ഇപ്പൊ എല്ലാ വീടുകളിലും എന്താണ് ഒന്നെങ്കിൽ വർക്ക് ചെയ്യാത്തൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും കുടുംബശ്രീയിലൊക്കെ അംഗമായിട്ട് ഇരിക്കും. അപ്പൊ അവരെയൊക്കെ കൊണ്ട് എല്ലാരെയും കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കൈരളി. കൈരളി എന്താണ് കൈരളി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താണ് കൈരളി എന്ന് നോക്കാൻ പോവുകയാണ്. കൈരളി എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പരിപാടിയല്ലയോ? അല്ല മധ്യപ്രദേശ് കൊണ്ടുപോയി കൈരളി എന്ന് പേരിടൂ? ഇത് നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ കൈരളി TV-യുടെ ആണെന്നൊന്നും പറയരുത്. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കേട്ടോ. പ്രോസസ്സറാണ്. CPU എന്ന് വെച്ചാൽ എന്തുവാ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അങ്ങനത്തെ ഒരു വലിയ സാധനമാണ് നമ്മൾ കണ്ടുപിടിച്ച ഒരു പ്രോസസ്സറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കേരളം. അതിന്റെ പേരാണ് കൈരളി. കേരളം കണ്ടുപിടിച്ച പ്രോസസ്സറാണ് കൈരളി. ഇതും PSC ചോദിച്ചു കഴിഞ്ഞു. കൈരളി ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഇതിനകത്ത് തന്നെ ന്യൂറാലിങ്ക് ഒക്കെ ഒരുപാട് ചോദിച്ചാണ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് PDF-ൽ. പക്ഷെ നമുക്കിത് പറയാനുള്ളൊരു സമയം കിട്ടത്തില്ല. ന്യൂറാലിങ്ക്, ഡീപ്പ് സീക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ PSC ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യനും AI-യുമായി ബന്ധപ്പെട്ടതുണ്ട്. നമ്മൾക്ക് മിക്കവാറും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ കൈരളി കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ്. ഇത് കേരളത്തിന്റെ ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് എന്ത് ചെയ്ത് ഇത് പ്രോസസ്സർ വികസിപ്പിച്ചത്. അപ്പൊ കേരളത്തിലാണോ ഇത് വികസിപ്പിച്ചത്? കേരളത്തിന്റെ ആളുകളാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തെല്ലാം സെറ്റ് ആക്കിയത്. പക്ഷെ ചിപ്പ് അങ്ങ് വികസിപ്പിച്ചത് അമേരിക്കയിലാണ് കേട്ടോ. ഇവിടെ ആ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് കൊടുത്താണ് ഈ ചിപ്പൊക്കെ വികസിപ്പിച്ചത്. ഇനി എന്താണ് ഇതിന്റെ ഒരു ഗുണം? കേരള ഡിജിറ്റൽ സർവകലാശാല ഈ ഒരു പ്രോസസ്സർ വികസിപ്പിച്ചു. അതിന്റെ പേര് കൈരളി എന്നാണ്. എന്താണ് ഇതിന്റെ ഒരു മെച്ചം? കൃഷിയിടങ്ങളിൽ കൈരളി സ്ഥാപിച്ചാല് അപ്പൊ വിത്തുകൾക്ക് വെള്ളം വേണോ, വളം വേണോ, അതൊക്കെ കൃത്യ അളവില് പ്രോപ്പറായിട്ട് വിതരണം ചെയ്യാൻ ഈ ഒരു പ്രോസസ്സർ സഹായിക്കും. ഇത് എഡ്ജ് AI സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഡിസൈൻ ചെയ്തെങ്കിലും അമേരിക്കയിലാണ് ചിപ്പ് നിർമ്മിച്ചത്. ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലാണിത് വികസിപ്പിച്ചത്. ഏത് ഡോക്ടറാണ്? ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലാണിത് വികസിപ്പിച്ചത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ കൈരളി എന്താണ്? ഒരു പ്രോസസ്സറാണ്. കേരള സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയാണ്. കൃഷി, അവിടെ വളവും വെള്ളവും ഒക്കെ പ്രോപ്പർ കൃത്യ അളവിൽ ആ ഒരു ചെടിക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ ഇത് സഹായിക്കും. അലക്സ് ജെയിംസ് ആണ് വികസിപ്പിച്ചത്. ഡിസൈൻ ചെയ്തത് ഇവിടാണ്, പക്ഷേ അമേരിക്കയിലാണ് ചിപ്പ് നിർമ്മിച്ചത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ പ്രോസസ്സറിന്. കൃഷി വിഭാഗത്തിലെ ഒരു ഗുണമാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സ്കൂളിൽ വന്നു. അത് ഏത് സ്കൂളിലാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്നത്? ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരത്തെ സ്കൂളിലാണ്. പോത്തൻകോട് തിരുവനന്തപുരത്തെ സ്കൂളിലാണ് സംസ്ഥാനത്ത് ആദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂളായി മാറുന്നത്. അപ്പൊ സ്കൂളിൽ കുറെ പോത്തുകളുണ്ട് എങ്കിൽ പിന്നെ
പോത്തുകളെ കൊണ്ട് ഗുണമില്ല, കുറച്ചേ ഇറക്കി വെക്കാം എന്നവർ കരുതുന്നു. ക്ലിയർ ആണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം. ഇനി നമുക്കറിയാം നമ്മളുടെ ഭരണഘടന തന്നെ ഉണ്ടായപ്പോൾ സൈബർ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ, കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ സൈബറുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും വന്നില്ല. പിന്നെ എന്ത് ചെയ്തു, ഭേദഗതി ചെയ്ത് ഒരുപാട് സൈബർ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ പുതിയ സാധനം വരയ്ക്കുകയാണ്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മാത്രമല്ല, ഇനിയിപ്പോൾ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കേണ്ടി വരുമല്ലോ. അതിന് കുറച്ച് നിയമങ്ങൾ ആദ്യമായി നിർമ്മിച്ചത് യൂറോപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇത് വ്യാപകമാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയും ഇഷ്ടംപോലെ ഇതുമായി റിലേറ്റ് ചെയ്ത നിയമങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ യൂറോപ്പാണ് ഇതിൻ്റെ നിയമം ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇനി ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ ഒരു രാജ്യമുണ്ട്. ലോകത്ത് നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവ് എന്നൊരു പദവി നൽകി. അത് ഏത് രാജ്യമാണ്? റൊമാനി. ഏത് രാജ്യമാണ് നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവ് എന്ന പദവി നൽകിയത്? റൊമാനിയ എന്ന പദവി. റൊമാനിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇപ്പോൾ റൊമാൻസ് ആണ്, അപ്പോൾ നമ്മൾ ലവ് ആണ്. അപ്പോൾ റൊമാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലവ്. അപ്പോൾ ഒരു ലവർ ഉണ്ടെങ്കിൽ ലവറിനെ നമ്മൾ എന്ത് ചെയ്യും? ലവറിനെ ഉപദേശിക്കും. നീ നന്നാണോ എങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കും. ഉപദേശിക്കത്തില്ലയോ? നിനക്ക് ജോലി വാങ്ങിച്ചു വന്നാലേ വീട്ടിൽ എന്നെ കല്യാണം കഴിപ്പിക്കത്തോള്, നീ എങ്ങനെങ്കിലും പോയി ജോലി വാങ്ങിക്കുക, നന്നായി പഠിക്കൂ എന്നൊക്കെ പറയത്തില്ലയോ? അപ്പൊ റൊമാന് ഉപദേശം എന്നോർത്ത് വെക്കുക. അപ്പൊ നിർമ്മിത ബുദ്ധി ഉപദേഷ്ടാവ് ആരാണ്? റൊമാനിയ. റൊമാനിയ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. കണക്ട് ചെയ്താൽ നമ്മൾ മറക്കത്തില്ല. അയോൺ എന്ന AI റോബോട്ടിനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദവി കൊടുക്കുന്നത്. ഉപദേഷ്ടാവ് എന്ന പദവി കൊടുത്തത് അയോൺ എന്ന ബോട്ടിനാണ്, AI റോബോട്ടിനാണ്. അയോൺ. ലോകത്തെ ആദ്യ പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ കപ്പലാണ് മെയ് ഫ്ലവർ 400 ലണ്ടൻ. നിങ്ങൾ മെയ് ഫ്ലവർ എന്നൊരു കപ്പൽ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മെയ് ഫ്ലവർ എന്നൊരു കപ്പൽ? കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കൻ വിപ്ലവം നടന്നപ്പോൾ പഠിച്ചില്ലേ? ഇംഗ്ലണ്ടിലെ ജനങ്ങള് അവരുടെ അവിടുത്തെ മത പീഡനത്തെയൊക്കെ കുറിച്ച് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ കയറി വേറെ സ്ഥലത്തെത്തി 13 കോളനി സ്ഥാപിച്ചു. ഇവരെ തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിച്ചു. ഈ കപ്പലിന്റെ പേരായിരുന്നു മെയ് ഫ്ലവർ കപ്പൽ. ആ കപ്പല് ലണ്ടനിലാണ് ഈ ഒരു കപ്പല് ഉണ്ടാക്കിയത്. പൂർണ്ണമായും AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പലാണിത്. ലണ്ടനിലാണ്. മെയ് ഫ്ലവർ 400 എന്നാണ് ഇതിന്റെ പേര്. മെയ് ഫ്ലവർ 400 എന്നാണ് ഇതിന്റെ പേര്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇനി ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ആൻസർ ലണ്ടനിലാണുള്ളത്. ബിയാട്രിസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ക്ലിയർ ആണ്? ആൻസർ എന്താണ്? ലണ്ടനിലാണുള്ളത്. ആരാണിത്? ലണ്ടനിലാണുള്ളത്. ബിയാട്രിസ് എന്നാണ് ഈ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര്. ക്ലിയർ ആണോ? അപ്പൊ ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേരാണ് ബിയാട്രിസ് ലണ്ടൻ. ഇനി ആരാണ് ഐറിസ്? ഐറിസ് എന്നാൽ ആരാണ്? ഐറിസ് ആരാണ്? ഐറിസ് എന്ന് പറയുന്നത് ഐറിസ് ആരാണ്? ഇത് AI ടീച്ചറാണ്. ഇത് നമ്മുടെ കേരളത്തിൽ വന്ന ഒരു ടീച്ചറാണ് അല്ലെ. ഇത് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. തിരുവനന്തപുരം സ്കൂളിലൊക്കെ വന്നില്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ അധ്യാപിക ഏതാണ്? ഐറിസ് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ അല്ല, നമ്മുടെ കേരളത്തിലെ എന്ന് നമുക്ക് ഓർക്കാം. ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി? ഐറിസ് അവതരിപ്പിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഐറിസ്
അവതരിപ്പിച്ചത് ആദ്യമായിട്ട് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണ്. 2023 ഓഗസ്റ്റിലാണ് ആദ്യത്തെ AI സ്കൂള് അല്ലെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ IRS ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. ഇത്രയും നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? നമ്മുടെ ആൻസർ ഫെഡറൽ ബാങ്കാണ്. ബാങ്കിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫെഡറൽ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കണം. കാര്യം ആദ്യമായി റിലീസ് ചെയ്ത സിനിമ ചോദിച്ചാൽ അത് ഐറയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ AI ഫിലിം ഐറയാണ്. എന്നാൽ ആദ്യമായി അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇതാണ്ട് പുതിയ ഒരു AI ഫിലിം ഇറക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്ത മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. അതിൻ്റെ ഡയറക്ടർ ആയിരുന്നു EM അഷ്റഫ്. ഇദ്ദേഹമാണ് അനൗൺസ് ചെയ്യുന്നത്. എന്നാൽ ആദ്യം ഇത് റിലീസ് ചെയ്തത് ഐറ എന്ന ചിത്രമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഉത്തരത്തിൽ പോവുക, ഓപ്ഷനൊക്കെ നോക്കി പോവുക. മോണിക്ക ഒരു AI സ്റ്റോറി ഉണ്ട്, ഐറയുണ്ട്, EM അഷ്റഫിനെയും ഓർക്കുക. ഇനി രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃതി. അപ്പോ ബഹുഭാഷയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൃതി. ഒലെ എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകുമ്പോൾ 1956 അമേരിക്കക്കാരനായ ജോൺ മക്കാർത്തി ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനുഷ്യനെ പോലെ ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് പരിപാടി. പൈത്തൺ ലാംഗ്വേജ് ആണ്, 5ാം ജനറേഷൻ ആണ്. പിന്നെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. സ്ക്രാച്ച് എന്താണ്? ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ആണ്. അനിമേഷൻ ഗെയിംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച്. ഓപ്പൺ AI എന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഉറപ്പാക്കുകയാണ്. എലോൺ മസ്ക് ഉൾപ്പെടെ 9 പേർ. സാം ഓൾഡ്മാനാണ്, ഒരു പഴയ ഓൾഡ്മാനാണ് ഇതിന്റെ CEO എന്ന് ഓർക്കുക. 2015 ഡിസംബറിലാണിത് സ്ഥാപിച്ചത്. ഇനി ചാറ്റ് GPT എന്താണ്? നമ്മൾ ചാറ്റ് ചെയ്യുകയാണ് അല്ലെ, അഭിപ്രായങ്ങളൊക്കെ പറയുന്നു, അതിന് കൃത്യമായ നമുക്കൊരു മെസ്സേജസ് കിട്ടുന്നു, നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു ഉത്തരം കിട്ടുന്നു. പല ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ 2022 നവംബർ 30 ഇതിന്റെ പുതിയ വേർഷൻ 2025 ജനുവരി 31 O3 മിനി ആണ്. സോന എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് വീഡിയോ ആകുന്നു. ഡെല്ലി എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇമേജ് ആകുന്നു. കോഡെക്സ് എന്ന് വെച്ചാൽ കോഡുകൾ കൃത്യമായി ബഗ് ഇല്ലാതെ ബഗ് ഫ്രീ ആക്കി എടുക്കാൻ പറ്റും. പുതിയ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റേഷനെ ഹെൽപ്പ് ചെയ്യും. വൈസ്പെയർ എന്ന് വെച്ചാൽ സ്പീച്ച് ടെക്സ്റ്റ് ആയി മാറുകയാണ്. ഇന്ത്യൻ AI വിശേഷങ്ങൾ, കേരളത്തിലെ AI വിശേഷങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. AIയുടെ തലസ്ഥാനം ഹൈദരാബാദ്. എവിടെയാണ് AIയുടെ തലസ്ഥാനം? ഹൈദരാബാദാണ്. AI സിറ്റി ഏതാണ്? AI സിറ്റി എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ AI കോൺക്ലേവ് ഒരു മീറ്റിംഗ് വരുന്നത് കേരളത്തിലായിരുന്നു, കൊച്ചിയിലായിരുന്നു. 2024 ജൂലൈ 11-12 IBM സഹകരണം ഉണ്ടായി. ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്ത് മുഖ്യാതിഥിയായി. പിന്നെ നമ്മൾ മാംഗ്ലം ഫോറസ്റ്റ് ഡിവിഷനെ കുറിച്ച് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് മുംബൈ, സൈമൺ മാക് ചാൻസലർ. അബുദാബിയാണ് ലോകത്ത് ആദ്യ യൂണിവേഴ്സിറ്റി. AI ലാബ് ചെന്നൈ, ഗൂഗിള് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഐരാവത് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. പിന്നെ പരം സിദ്ധിയായിരുന്നു നേതൃത്വത്. ഇനി ഇത് നെറ്റ് വെബ് ടെക്നോളജിയാണ് നിർമ്മാതാക്കൾ. ഇത് 75ാം സ്ഥാനമുണ്ട്. പൂനെയിൽ ഇൻസ്റ്റാൾ ചെയ്തു സിഡാക്കിലെന്നും ഓർക്കുക. ഡിജി കേരളം ഉണ്ടാക്കിയ കേരളത്തിനൊരു സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കണം, ഡിജിറ്റൽ സാക്ഷരത. അതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുമായി ബന്ധിപ്പിച്ച് കൊണ്ടുവന്ന സർക്കാരിന്റെ പദ്ധതിയാണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. ആദ്യ നഗരം മൂവാറ്റുപുഴ. തളിപ്പറമ്പ് സാക്ഷരതാ മണ്ഡലം. 15 വയസ്സിന് മുകളിൽ അവർക്ക് സാക്ഷരരാകാനുള്ളതാണ് ഈ മുറ്റം പദ്ധതി. കൈരളി കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. കൃഷിയിടങ്ങളിൽ കൈരളി സ്ഥാപിച്ച വിത്തുകൾക്ക് അല്ലെ കൃത്യമായി വെള്ളം, വളം ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു കൈരളി പ്രോസസ്സർ ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലാണ്.
ഇനി ശാന്തിഗിരി സ്കൂള് പോത്തൻകോട് തിരുവനന്തപുരം ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂളായി. ഐറിസ് തിരുവനന്തപുരത്താണ്, അത് ഓർക്കുക. AI നിയമം കൊണ്ടുവന്നത് യൂറോപ്പാണ്. ChatGPT നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ്? അത് ഇറ്റലിയാണ്. ChatGPT നിരോധിച്ച ആദ്യ രാജ്യം ഇറ്റലിയാണ്. ക്ലിയർ ആണ്? അത് ഇറ്റലിയാണ്. ഇനി നമുക്ക് വേണ്ടത് ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ മെയ്ഫ്ലവർ, അത് ലണ്ടനാണ്. 400 കൂടെ ഉണ്ട്. നിർമ്മിത ബുദ്ധി അധ്യാപിക ബിയാട്രിസ് ലണ്ടൻ. ഇന്ത്യയിലത് ഐറിസ് ആണ്. കേരളത്തിലെ ട്രിവാൻഡ്രം. ബാങ്കിങ്ങിൽ ആദ്യം ഫെഡറൽ ബാങ്ക്. ഇനി ഇന്റലിജൻസ് സിനിമ ഐറയെയും മോണിക്ക ഒരു AI സ്റ്റോറിയും കൂടെ ഒന്നിച്ച് ഓർക്കുക. കൃത്രിം ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഒലേ കമ്പനിയാണിത് വികസിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആൻസർ പറയുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ChatGPT സ്ഥാപിച്ച വർഷം നിങ്ങളൊന്ന് ഇയർ ഓർത്ത് നോക്കി പറയുക. അടുത്തത് ChatGPTയുടെ പുതിയ വേർഷൻ ഇപ്പോഴത്തെ 2025 ഏതാണ്? O3 മിനി എന്ന് പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. സൊറ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ ഓപ്പൺ AI എന്ന ഉത്തരം ഓർമ്മ വരണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് വീഡിയോ ആക്കുന്നു എന്നൊരു കാര്യം കൂടി ഓർക്കണം. ക്ലിയർ ആണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെയാണ് ഇന്ത്യയുടെ AI തലസ്ഥാനം? ഹൈദരാബാദ്. ഇനി ഇന്ത്യയുടെ AI നഗരം ഏതാണ്? ആൻസർ എന്താണ്? ലക്നൗ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്കിൽ കുരുങ്ങി കിളിമാനൂർ, തിരുവനന്തപുരം. അങ്ങനെയാണെങ്കിൽ നഗരം ഏതാ സമ്പൂർണ്ണ സാക്ഷരത നേടിയത്? എറണാകുളം ജില്ല, മൂവാറ്റുപുഴ. അങ്ങനെയാണെങ്കിൽ വില്ലേജോ? പുല്ലാമ്പാറ. എങ്കിൽ ബാക്ക് ടു സ്കൂൾ പദ്ധതി കുടുംബശ്രീ. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് പഠിപ്പിക്കുന്ന പദ്ധതി ഡിജിറ്റൽ സാക്ഷരത ഈ മുറ്റം പദ്ധതിയാണ് അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടിയോ? ഓർക്കുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? കോഡെക്സ് എന്താണ്? അതുപോലെ ഐരാവത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഇനി നമുക്ക് ഗൂഗിൾ എവിടെയാണ് ലാബ് സ്ഥാപിച്ചത്? അത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിൽ ആദ്യ ബാങ്ക് AI ലാബ് വന്നത് അത് ചെന്നൈയിലാണ്. AI യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മുംബൈയിലാണ്. ലോകത്തെ AI യൂണിവേഴ്സിറ്റി അത് അബുദാബിയിലാണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറയാൻ പറ്റണം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ജെമിനിയും ഡീപ് സീക്ക്, ന്യൂറാലിങ്ക്, പിന്നെ മെറ്റയുടെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട AI കാര്യങ്ങൾ, ഗൂഗിളിന്റെ AI കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ഇന്ത്യ, കേരളം, നമ്മുടെ കൈരളിയെ കുറിച്ച് പറഞ്ഞ പ്രോസസ്സർ, അതുപോലെ ഐരാവതിനെ കുറിച്ച് ഓർക്കുക. ലോകത്തിലെ കപ്പൽ കണ്ടു, റൊമാനിയെ കണ്ടു, നിർമ്മിത ബുദ്ധി ഉപദേഷ്ടാവ്. അങ്ങനെ നിയമം കൊണ്ടുവന്നത് യൂറോപ്പാണെന്ന് കണ്ടു. ഐറിസിനെ കണ്ടു, ബിയാട്രിസിനെ കണ്ടു അല്ലേ? അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ M-Favor ആപ്പ്? വളരെ മികച്ച രീതിയിൽ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ തരുന്ന കണ്ടന്റുകൾ മാത്രം പഠിക്കുക. തീർച്ചയായിട്ടും M-Favorലൂടെ നിങ്ങൾക്ക് നല്ലൊരു ജോബിലേക്ക് എത്താൻ പറ്റും. ഹായ് റബീഷ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും മികച്ച കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകുന്നില്ല, ഏതെങ്കിലും പോയിന്റ് ഒന്നും കൂടെ പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് പറയാൻ പറ്റില്ല, ഞാൻ ഒരുമിച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. ഇപ്പം മെറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്നതെല്ലാം ഒന്നിച്ച്, ഗൂഗിൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നിച്ച്, അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ.